തിരുവനന്തപുരം പഴവങ്ങാടിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കളക്ടറുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ. അഴുക്കുവെള്ളം ഒഴുകിപ്പോകേണ്ടുന്ന ഈ ഓടകൾ ചപ്പുചവറുകൾ മൂലം അടഞ്ഞുകിടക്കുന്നതോടാണ് തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം. ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാണ് ഓടകൾക്ക് മുകളിലൂടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. പഴവങ്ങാടി ഗണപതി ക്ഷേത്ര പരിസരത്തു നിന്നും തെക്കിനക്കര കനാൽ വരെയുള്ള കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുന്നത്. ചീഫ് സെക്രട്ടറി ജിജി തോംസന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ, കമ്മീഷണർ എച്ച് വെങ്കടേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 5 മണി മുതലാണ് കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കിയത്. മെയ് 31-നകം അഴുക്കുചാലുകൾക്ക് മുകളിലൂടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. അതേസമയം കയ്യേറ്റം ഒഴിപ്പിക്കൽ വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സ്ഥലം സന്ദർശിച്ചു. ഈ നഗരം മനോഹരമായിട്ട് സംരക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്ത ഈ എവിക്ഷൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോവാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെ തലസ്ഥാനവാസികളും സ്വാഗതം ചെയ്തു. മറ്റു സിറ്റികളൊക്കെ ഒത്തിരി നേരത്തെ തന്നെ പ്രോഗ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരത്തിലുള്ള ഈ കിഴക്കേക്കോട്ടയും തമ്പാനൂർ മാത്രം ഇതുവരായിട്ട് ഈ വെള്ളക്കെട്ടിൽ നിന്നൊരു മോചനം കിട്ടി. ദുരന്ത നിവാരണ പ്രവർത്തനമായി കണ്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പ് തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കാണുകയാണ് ലക്ഷ്യം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യക്തികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഒഴിപ്പിക്കലിനെ തുടർന്ന് യാതൊരുവിധ പ്രതിഷേധങ്ങളും പ്രദേശത്ത് ഉണ്ടായില്ല. വർഷങ്ങളായി തലസ്ഥാനവാസികൾ അനുഭവിക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. ഇതോടെ തലസ്ഥാനത്തെ 50% വെള്ളക്കെട്ടിനും പരിഹാരം കാണാൻ കഴിയുമെന്ന വിശ്വാസമാണ് അധികൃതർക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിച്ചു പോച്ചലിനൊപ്പം മെറിൻ മേരി ചാക്കോ. തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നും നഗരത്തിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി. ഇന്നലെ രാത്രി 2 മണിയോടെയാണ് പൈപ്പ് പൊട്ടിയത്. ശാസ്തമംഗലം ഭാഗത്തെ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. കവടിയാർ വെള്ളയമ്പലം ഭാഗത്തെ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ് ഇതേ പൈപ്പ് ലൈൻ പൊട്ടുന്നത്. നാളെ ഉച്ചയോടെ മാത്രമേ ജലവിതരണം പുനഃസ്ഥാപിക്കുകയുള്ളൂ. കൊല്ലം തെന്മല പരപ്പാർ ഡാമിലെ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി. ചോർച്ച അടച്ചു. ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ CN രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് 4ഇടത്ത് വിള്ളലും ദ്വാരവും കണ്ടെത്തിയത്. 1 സെക്കൻഡിൽ 3 ലിറ്റർ ജലമാണ് ഡാമിന്റെ ബ്ലോക്ക് നമ്പർ 10-നും 11-നും ഇടയിലൂടെ പുറത്തേക്ക് ഒഴുകിയത്. 2002-ൽ ചോർച്ച കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിരുന്നു. 2013-ൽ 1 സെക്കൻഡിൽ 11 ലിറ്റർ ജലം ഒഴുകിയിരുന്നു. ഇപ്പോൾ ഡാമിന്റെ സംഭരണശേഷി കുറഞ്ഞതിനെ തുടർന്ന് ഒഴുക്കിന്റെ ശേഷിയും കുറഞ്ഞു. ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ റിസർവോയറിൽ മുങ്ങൽ വിദഗ്ധർ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ചെറുതും വലുതുമായ 4 വിള്ളലും ദ്വാരവും കണ്ടെത്തി. ചോർച്ച കൂടിയതിനെ തുടർന്നാണ് സാങ്കേതിക പരിശോധന നടത്തിയതെന്നും ഡാമിന് സുരക്ഷാ ഭീഷണിയില്ലെന്നും ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ CN രാമചന്ദ്രൻ പറഞ്ഞു. ഇത് കുറച്ചൊരു മേജർ ലീക്കാണ്, ഒരു ലീക്ക്. അല്ലാതെ പൊതുവേ ഡാം സേഫാണ്, ഡാമിന് പൊതുവേ ലീക്കില്ല. പക്ഷേ ഒരു ലീക്ക് ഒരു വശത്ത് മാത്രം നമ്മൾ കണ്ട ഭാഗമാണ്. 10-11 സെക്ഷനകത്താണ് ആ ലീക്ക് കണ്ടത്. ആ ലീക്ക് സാധാരണ ലീക്കല്ല, അതുപോലത്തെ ലീക്ക് പെർമിസിബിൾ അല്ല. ആ ലീക്ക് അസാധാരണ ലീക്കാണ്. അത് തടയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് തടയാനുമാണ്. താൽക്കാലികമായി MCL ഉപയോഗിച്ച് ചോർച്ച പൂർണ്ണമായും അടച്ചു. പിന്നീട് ഗ്രൗട്ടിംഗ് ആവശ്യമെങ്കിൽ ചെയ്യാനും ഡാം സേഫ്റ്റി അതോറിറ്റി തീരുമാനിച്ചു. ഇറിഗേഷൻ CE രാമാനുദേവനും പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. 43 വർഷം പഴക്കമുള്ള തെന്മല പരപ്പാർ ഡാമിന്റെ 10-നും 11-നും ബ്ലോക്കിന് ഇടയിലൂടെയാണ് വൻതോതിലുള്ള ജലം ചോരുന്നത്. ഈ ചോർച്ച കണ്ടെത്താനുള്ള ശ്രമമാണ് ഡാം സേഫ്റ്റി അതോറിറ്റി നടത്തുന്നത്. തെന്മല ഡാമിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പ്രതിവർഷം 1 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിനിമയം നടക്കുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് തകർച്ചയിൽ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ആരംഭിച്ച ശേഷം 168 കോടി രൂപയുടെ നഷ്ടമാണ് പോർട്ട് ട്രസ്റ്റിന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയും പോർട്ട് ട്രസ്റ്റിന് തിരിച്ചടി ആവുകയാണ്. ലാഭത്തിലായിരുന്ന പോർട്ട് ട്രസ്റ്റിന്റെ നാശം തുടങ്ങിയത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ആരംഭത്തോടെയായിരുന്നു. വല്ലാർപാടം ടെർമിനലിന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് 2000 കോടി രൂപ ചെലവഴിച്ചപ്പോൾ നടത്തിപ്പുകാരായ ദുബായ് പോർട്ട് വേൾഡ് ചെലവഴിച്ചത് 750 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ വരുമാന വിഹിതത്തിൽ 67% DP വേൾഡിനും 33% മാത്രം തുറമുഖത്തിനുമെന്നായിരുന്നു കരാർ. കരാർ അനുസരിച്ച് കപ്പൽച്ചാലിന്റെ ഡ്രഡ്ജിംഗ് പോർട്ട് ട്രസ്റ്റാണ് നടത്തുന്നത്. പ്രതിവർഷം 160 കോടി രൂപയാണ് ട്രസ്റ്റ് കപ്പൽച്ചാലിന്റെ ആഴം നിലനിർത്താനായി ഇപ്പോൾ മുടക്കുന്നത്. ഇത് ട്രസ്റ്റിന് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പോർട്ട് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സെക്രട്ടറി CD നന്ദകുമാർ. ടെർമിനൽ ഏറ്റെടുത്ത് നടത്തുന്ന ദുബായ് പോർട്ട് ഇൻ്റർനാഷണലിൻ്റെ ഇന്ത്യൻ സ്ഥാപനമായ ഇന്ത്യ ഗേറ്റ്വേ ടെർമിനൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ
ഗുരുതരമായ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഴ്ച തുറമുഖത്തിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ ചോർച്ചയുണ്ടാക്കുന്നു. പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ വല്ലാർപാടം വഴി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു DP വേൾഡുമായി കരാർ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 3.5 ലക്ഷം മാത്രം. ഇതുമൂലം പ്രതീക്ഷിച്ച വരുമാനത്തിൻ്റെ 1/3 പോലും ലഭ്യമാക്കാൻ പോർട്ട് ട്രസ്റ്റിന് കഴിയുന്നുമില്ല. കൊളംബോ അടക്കമുള്ള മറ്റു തുറമുഖങ്ങളുമായി മത്സരിക്കാൻ കപ്പൽ നിരക്കിൽ പോർട്ട് ട്രസ്റ്റ് വൻ ഇളവ് നൽകിയതും തിരിച്ചടിയായി. പോർട്ട് ട്രസ്റ്റ് നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നൂറുകണക്കിന് ജീവനക്കാരും പെൻഷൻകാരും ആശങ്കയിലാണ്. നടപടി സ്വീകരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി വിസ്മൃതിയിലാകും. പോർട്ട് ട്രസ്റ്റിന് മുന്നിൽ നിന്നും ക്യാമറമാൻ KM രഞ്ജിത്തിനൊപ്പം KG ദിനകർ. ശാകുന്തളത്തിന്റെ നൃത്താവിഷ്കാരം അരങ്ങിലെത്തി. മോഹിനിയാട്ട രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ ശാകുന്തളം അവതരണ ശൈലി കൊണ്ട് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റി. ശാകുന്തളം മുഴുവൻ നൃത്തരൂപത്തിലേക്ക് ചുവടുവെപ്പിക്കാതെ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള പ്രണയവും അവരുടെ വിരഹവുമെല്ലാമാണ് നൃത്യാധ്യാപികയായ സൗമ്യ സതീഷ് രൂപപ്പെടുത്തിയത്. ഇടപ്പള്ളി നൃത്താസ്വാദക സദസ്സിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ശാകുന്തളം വേദിയിലെത്തിയത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന നൃത്തസന്ധ്യ നടിയും നർത്തകിയുമായ വിദ്യാ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ചന്ദ്രിക മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ട്രോളിംഗ് നിരോധനം 61 ദിവസമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ മുഴുവൻ പരമ്പരാഗത യാനങ്ങളുടെയും മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ട്രോളിംഗ് നിരോധനം 14 ദിവസം കൂടി വർദ്ധിക്കും. പരമ്പരാഗത യന്ത്രവൽകൃത യാനങ്ങളുടെ പുറംകടലിലെ പ്രവർത്തനവും തടസ്സപ്പെടും. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ തീരുമാനം രാജ്യത്തെ തദ്ദേശീയ മത്സ്യബന്ധന സമൂഹത്തിൻ്റെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ്. ഈ ഉത്തരവ് നടപ്പാക്കപ്പെടുന്ന പക്ഷം കേരളത്തിലെ പരമ്പരാഗത യാനങ്ങളെല്ലാം തന്നെ വിറക് വിലയ്ക്ക് വെട്ടിക്കീറി കത്തിച്ചളയേണ്ട അവസ്ഥയാണ് വരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന അവകാശം തടയുകയും സംസ്ഥാനങ്ങൾ അധികാര അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഫെഡറലിസത്തിൻ്റെ മൗലികമായ ലംഘനം, ജനാധിപത്യത്തിൻ്റെ മൗലികമായ ലംഘനമാണ് ഒരു ഫാസിസ്റ്റ് സർക്കാർ നടപ്പാക്കുന്നത്. നിരോധനം ലംഘിച്ച് കടലിൽ പോയിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ നിരോധനത്തെ വെല്ലുവിളിക്കും. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നും സമഗ്രമായ മത്സ്യമേഖലാ പരിപാലന നയം ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബധിരരും മൂകരുമായ യുവതീ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആലപ്പുഴ ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ത്രിദിന പരിശീലന ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 200ഓളം യുവതീ യുവാക്കളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മതവും ഭാഷയും അതിർവരമ്പുകൾ തീർക്കാത്ത ഒരുപറ്റം ചെറുപ്പക്കാരാണ് ആലപ്പുഴ ഈസ്റ്റ് റോട്ടറി സംഘടിപ്പിച്ച ത്രിദിന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ബധിരരും മൂകരുമായ ഈ യുവതിയുവാക്കൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും മറ്റും സർക്കാരുകൾ ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് റോട്ടറി ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്നത്. അതുകൊണ്ടാണ് റോട്ടറി ഈ ഒരു മേഖലയിൽ, മറ്റാരും കടന്നില്ലാത്ത മേഖലയിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഇത്തരം ഒരു ബലഹീനത ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക് അവർക്ക് ഒരു പരിശീലനം നൽകി നമ്മുടെ സമൂഹത്തിൽ അവരെ ഉപയോഗപ്രദമാക്കുന്ന വേറെ ജോലിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറുവാനുള്ള ഇത്തരത്തിൽ ശാരീരിക വൈകല്യങ്ങളുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ 40 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഇതിന്റെ യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ 40 കോടി ചെലവിട്ടിങ്ങാൻ ബഡ്ജറ്റിൽ വകയിട്ട് 2 വർഷം മുമ്പ് ബഡ്ജറ്റിൽ ഇതുവരെ ഒന്നും ചെയ്തില്ല. ഡോക്ടർ തോമസ് ഐസക് MLA ആണ് ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തത്. താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇത്തരത്തിലുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്താമെന്ന ഉറപ്പ് നൽകിയാണ് MLA മടങ്ങിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച ഇടുക്കി ദേശീയ ഉദ്യാന പദ്ധതി പാതിവഴിയിൽ നിലച്ചു. 100 കോടിയുടെ പദ്ധതി 3.5 കോടിയിൽ ഒതുങ്ങുകയായിരുന്നു. മലമ്പുഴ, മൈസൂർ ഉദ്യാനങ്ങളുടെ മാതൃകയിൽ ഇടുക്കി ആർച്ച് ഡാമിന് സമീപം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട ഉദ്യാന പദ്ധതി രാഷ്ട്രീയ വടംവലിയെ തുടർന്നാണ് അനിശ്ചിതത്വത്തിലായത്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപം 100 ഏക്കർ വിസ്തൃതിയിൽ ഒരു ദേശീയോദ്യാനം. 100 കോടി രൂപ മുതൽ മുടക്കുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് അനുമതി ലഭിച്ചത് 2006-ൽ. ജില്ലാ പഞ്ചായത്ത് സൗജന്യമായി നൽകിയ 106 ഏക്കർ സ്ഥലത്ത് പാർക്കിന്റെ നിർമ്മാണവും ആരംഭിച്ചു. 3.5 കോടി രൂപ മുടക്കി ആദ്യഘട്ടം പൂർത്തിയാക്കി. ബാക്കി പണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ലഭിച്ചില്ല. ആദ്യഘട്ടമായി നിർമ്മിച്ച പ്രവേശന കവാടം, ടോയ്ലറ്റുകൾ, വിശ്രമമുറികൾ എന്നിവ ആർക്കും പ്രയോജനമില്ലാതെ നശിക്കുന്നു. ബാക്കി സ്ഥലം കാട് കയറി ഇഴജന്തുക്കളുടെയും മറ്റും ആവാസ കേന്ദ്രമാണിന്ന്. ഫ്രാൻസിസ് ജോർജ് ഇടതുമുന്നണിയുടെ ഭാഗമായി MP ആയിരിക്കെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. PT തോമസ് അന്ന് പദ്ധതിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് PT തോമസ് MP ആയതോടെ പദ്ധതി നടപ്പാക്കുന്നതിന് താല്പര്യമില്ലാതായി. രാഷ്ട്രീയ പോരാണ് പദ്ധതിയെ ഇല്ലാതാക്കിയതെന്ന് ആരോപണമുണ്ട്. ഇടയ്ക്കെല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന സാഹചര്യത്തിൽ ശ്രീ PT തോമസ് MPയോട് അത് സംബന്ധിച്ച് പത്രമാധ്യമ പ്രതിനിധികളും അല്ലാതെ പൊതുജനങ്ങളും എല്ലാം ആരാഞ്ഞപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയെ സംബന്ധിച്ചോ ആ ഫയലിനെ സംബന്ധിച്ചോ തനിക്ക് അറിയില്ലെന്നും അത് അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്നും പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിൽ വൻ മുതൽക്കൂട്ടാകുമായിരുന്ന പദ്ധതിയാണ് പാതിവഴിയിൽ നിലച്ചത്. ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയ 100 ഏക്കറിലധികം സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെയുമായി. 100 കോടിയുടെ പദ്ധതിയാണ് 3.5 കോടിയിൽ ഒതുങ്ങിയത്. ചെലവാക്കിയ 3.5 കോടിയാകട്ടെ പാഴായി പോവുകയും ചെയ്തു. ഇടുക്കിയിൽ നിന്നും സാലി മുഹമ്മദ്. മലപ്പുറത്തെ പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ പുത്തൻ താരമാവുകയാണ് ഇന്ത്യൻ ബേബി പംപ്കിൻ എന്ന പേരുള്ള ടിൻഡ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും പഞ്ചാബിലും വൻതോതിൽ കൃഷി ചെയ്യുന്ന ടിൻഡയെ മലപ്പുറത്ത് കൃഷി ചെയ്യുന്നത് തിരുവാലി സ്വദേശി ഇല്ലത്തുകുന്ന് മുണ്ടൻതടത്തിൽ അഷ്റഫ് അലിയാണ്. കണ്ടാൽ ഒരു കൊച്ചു പച്ചമത്തൻ പോലെ തോന്നും, കഴിച്ചാലോ കക്കരിക്കയുടെ രുചിയും. ഇതാണ് ടിൻഡ. നമ്മുടെ നാട്ടിൽ പുതുമുഖം. ഇന്ത്യൻ റൗണ്ട് ഗാർഡ്, ആപ്പിൾ ഗാർഡ് എന്നീ വിളിപ്പേരുകളുണ്ട് ടിൻഡയ്ക്ക്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ടിൻഡയെ അഷ്റഫ് അലി മണ്ണിലിറക്കിയത്. പഴം പച്ചക്കറി വികസന സമിതിക്കാരാണ് വിത്ത് നൽകിയത്. 3 മാസം കൊണ്ട് ടിൻഡയെ 5 തവണ വിളവെടുത്തു. മൂപ്പത്തും മുമ്പ് കക്കരിക്ക പോലെ പച്ചക്ക് കഴിക്കാവുന്ന ടിൻഡ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് അടിക്കാനും ബജി പോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. ഏറെ ഔഷധ ഗുണമുള്ള ടിൻഡ കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കുമെന്നാണ് അഷ്റഫ് അലി പറയുന്നത്. ടിൻഡ എന്ന് പറയുന്ന ഒരു പഴമാണിത്. പക്ഷേ ഇത് സാധ്യതകൾ എത്ര ഉണ്ടെന്നില്ല വിപണിയിൽ കാണാത്തതുകൊണ്ട്, ജനം കാണാത്തതുകൊണ്ട് ഇത് എത്ര കണ്ടുണ്ട് എന്നില്ല എനിക്കറിയില്ല. ഇത് ഇവിടെ നല്ല സാധ്യതകൾ ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ബോർഡ് വെച്ചാണ് ഞാൻ കൃഷി ചെയ്ത സ്ഥലത്ത് ബോർഡ് വെച്ചപ്പം ഈ ബോർഡ് കാണുമ്പോൾ തന്നെ ഇതിൽ പോണോല് മുൻപത് പറിച്ചു തന്നല്ലുണ്ട്. എന്നിട്ട് എന്നോട് പറയലുണ്ട് കേട്ടോ, ഞാൻ പറിച്ചു തന്നൊന്നുമില്ലത്, പറച്ചിലുണ്ട്. പിന്നെ ഞാൻ കടയിൽ 1-2 കടയിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. വെള്ളരി ഇനത്തിൽ പെട്ടതാണ് കക്കരി, വെള്ളരി എന്നൊക്കെ. ഇത് ചെറുപ്രായത്തിൽ സലാഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഈ പ്രായത്തിൽ ബജിക്ക് നല്ലതാണെന്ന് പറഞ്ഞു. വേറൊരു കൂട്ടർ പറഞ്ഞു കുറച്ച് പ്രായം കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കഴിക്കുക, പാലും പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞു. അത് വിജയം തന്നെയാണ്. ഒരു വള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു 25-30 കായോളം പിടിക്കുന്നുണ്ട്. നല്ല കായ പിടുത്തേന്. ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ ഈ കൃഷി തുടരാനുള്ള തീരുമാനത്തിലാണ് അഷ്റഫ് അലി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കണ്ണൂർ കേളകം ഓടപ്പുഴ ആദിവാസി കോളനികളിൽ 12-നും 13-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ വിവാഹിതരാകുന്നത് തുടരുകയാണ്. എന്നാൽ ഈ വിവാഹങ്ങളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. കോളനി ജനതയുടെ ജീവിതവും പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ വർഷം 14 വയസ്സുള്ള പെൺകുട്ടി പ്രസവിച്ചത് പുറം ലോകം അറിഞ്ഞതോടെ വിവാദമായപ്പോൾ ഓടിയെത്തി അധികൃതർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുമില്ല. ഷൊർണൂരിനും കോഴിക്കോടിനും ഇടയിൽ റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഈ മാസം 24 വരെ ചില ട്രെയിനുകൾ വൈകി ഓടും. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം മംഗലാപുരം പരശുറാം എക്സ്പ്രസ് 40 മിനിറ്റും ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 30 മിനിറ്റുമാണ് വൈകി ഓടുക. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം ഉണ്ടാവുകയെന്നും റെയിൽവേ അറിയിച്ചു.